പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററാണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് 10th ചാപ്റ്റർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്റർ 9th ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വീഡിയോസ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറേ പോർഷൻസ് നിങ്ങൾക്ക് ഡിലീറ്റഡ് ആണ്. അപ്പോൾ ആ ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ മാറ്റിയിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള പോർഷൻസ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ആദ്യം നമുക്ക് സർക്കിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ സർക്കിൾസും അതിൻ്റെ റിലേറ്റഡ് ടേംസും എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നോക്കുന്നത്. ഇതിൽ കുറച്ചൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് സർക്കിൾ എന്ന് വെച്ചാൽ എന്താണ് എന്ന് നോക്കാം. The collection of all the points in a plane which are at a fixed distance from a fixed point in the plane is called a circle. അതായത് ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് ഒരു ഫിക്സ്ഡ് ഡിസ്റ്റൻസിലുള്ള പോയിന്റുകളെയാണ് നമ്മൾ കളക്ഷൻ ഓഫ് പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫിക്സ്ഡ് പോയിന്റ് ആണ് പോയിന്റ് O. ഈ ഓയിൽ നിന്ന് ഒരു ഫിക്സ്ഡ് ഡിസ്റ്റൻസിലുള്ള കളക്ഷൻ ഓഫ് പോയിന്റ്സ്, ഈ പ്ലെയിനിലുള്ള കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ് ഈ കാണുന്നത്. ഇതിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിക്സ്ഡ് പോയിന്റിനെ നമ്മൾ സെന്റർ എന്ന് വിളിക്കും. അതായത് ഇവിടുത്തെ ഫിക്സ്ഡ് പോയിന്റ് ആണ് O എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സെന്റർ എന്ന് പറയും. ഈ സർക്കിളിന്റെ സെന്റർ എന്ന് പറയും, സെന്റർ ഓഫ് ദി സർക്കിൾ. ആൻഡ് ഫിക്സ്ഡ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ. അതായത് ഈ ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് ഉള്ള ഈ ഫിക്സ്ഡ് ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് റേഡിയസ്. ഇതാണ്, അതായത് ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ്, ഇതിനെ നമ്മൾ റേഡിയസ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം, O is the center and OP is the radius. അപ്പോൾ the line segment joining the center and any point on the circle is called a radius of the circle. അപ്പൊ ഈ ഓയിൽ നിന്ന് പിയിലേക്കുള്ളത് റേഡിയസ് ആണ് എന്ന് പറഞ്ഞു. ഇനി ഈ ഓയിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചാലും ഇതെന്താണ്, ഇതൊരു റേഡിയസ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാലും ഇതൊരു റേഡിയസ് ആണ്. അതായത് സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഏതൊരു പോയിന്റിലേക്ക് വരച്ചാലും അതെന്തായിരിക്കും, അതിന്റെ റേഡിയസ് ആയിരിക്കും. ഇനി ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിന്റെ ഇൻസൈഡിലുള്ള ഈ ഒരു പോർഷൻ, ഇൻസൈഡ് ദ സർക്കിൾ, ഈ ഒരു പോർഷന് പറയുന്ന പേരാണ് ഇന്റീരിയർ ഓഫ് ദി സർക്കിൾ. ഇന്റീരിയർ ഓഫ് ദി സർക്കിൾ. അപ്പൊ ഇൻസൈഡ് ദ സർക്കിൾ വിച്ച് ഈസ് ഓൾസോ കോൾഡ് ദി ഇന്റീരിയർ ഓഫ് ദി സർക്കിൾ. ഇനി ഇതിന് പറയുന്ന പേരാണ്, ഇതാണ് സർക്കിൾ. അതായത് നമ്മൾ ഈ റൗണ്ടിൽ വരച്ചിരിക്കുന്ന ഈ ലൈനാണ് സർക്കിൾ. ഇനി ഇതിന്റെ പുറത്തുള്ള ഈ പോർഷന് പറയുന്ന പേരാണ് എക്സ്റ്റീരിയർ. എക്സ്റ്റീരിയർ ഓഫ് ദി സർക്കിൾ. ഇനി ഈ സർക്കിളും സർക്കിളിന്റെ ഇന്റീരിയറും കൂടെ ചേർന്ന് വരുന്ന പോർഷൻ ആണ് സർക്കുലാർ റീജിയൻ. സർക്കുലാർ റീജിയൻ. ഇനി ഇവിടെ ഞാൻ വേറെ ഒരു സർക്കിൾ എടുത്തിട്ടുണ്ട്. ഈ സർക്കിളിലെ ഇവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, പോയിന്റ് P. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, ദിസ് ഈസ് പോയിന്റ് Q. ഈ Pയെയും Qനെയും കൂടെ ഞാനിവിടെ ജോയിൻ ചെയ്യുന്നു, ഒരു ലൈൻ സെഗ്മെന്റ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുന്നു. ഈ ലൈൻ സെഗ്മെന്റിന് പറയുന്ന പേരാണ് കോഡ് ഓഫ് ദി സർക്കിൾ. CHORD, കോഡ് ഓഫ് ദി സർക്കിൾ. അപ്പൊ PQ ഈസ് ദി കോഡ് ഓഫ് ദി സർക്കിൾ. ഇനി ഈ സർക്കിളിന് ഒരു സെന്റർ ഉണ്ടല്ലേ, എപ്പോഴും സർക്കിളിന് ഒരു സെന്റർ ഉണ്ടായിരിക്കും. ദ കോഡ് വിച്ച് പാസസ് ത്രൂ ദി സെന്റർ ഓഫ് ദി സർക്കിൾ ഈസ് കോൾഡ് എ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ഇനി ഈ സർക്കിളിന്റെ സെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന കോഡ്. അപ്പോൾ സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ലൈൻ സെഗ്മെന്റ് സർക്കിളിന്റെ സെന്ററിൽ കൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ എന്ന് പറയും. ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ.
അപ്പോൾ ഒരു സർക്കിളിനകത്തെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ലോങ്ങസ്റ്റ് കോഡാണ് ഡയമീറ്റർ. അതായത് സർക്കിളിന്റെ സെന്ററിൽ കൂടി വരയ്ക്കുന്ന കോഡാണ് ഡയമീറ്റർ. അപ്പോൾ ഒരു സർക്കിളിനകത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ലോങ്ങസ്റ്റ് കോഡ് എന്ന് പറയുന്നത് ഡയമീറ്റർ ആയിരിക്കും. ഓൾ ഡയമീറ്റേഴ്സ് ഹാവ് സെയിം ലെങ്ത്. എല്ലാ ഡയമീറ്റേഴ്സിനും എന്തായിരിക്കും? സെയിം ലെങ്ത് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡയമീറ്റർ വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതുവഴി സെന്ററിൽ കൂടി വേറൊരു കോഡ് വരച്ചു. അപ്പൊ സെൻട്രൽ കൂടി വരയ്ക്കുന്നതെല്ലാം എന്താണ്? ഡയമീറ്റർ ആണ്. ഇപ്പൊ സെൻട്രൽ കൂടി ഏത് കോഡ് വരച്ചാലും അതെന്തായിരിക്കും? ഡയമീറ്റർ ആയിരിക്കും. അതിനെല്ലാം ഈക്വൽ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു സെന്ററിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്ന സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഈ ഫിക്സ്ഡ് ഡിസ്റ്റൻസ് റേഡിയസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഇതൊരു റേഡിയസ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാലും എന്താണ്? ഇത് ഒരു റേഡിയസ് ആണ്. അപ്പോൾ സെൻട്രൽ കൂടി കടന്നു പോകുന്ന ഈ ഫുൾ ലെങ്ത് ഡയമീറ്റർ ആണ് എന്നും പറഞ്ഞു. അപ്പൊ ഈ ഡയമീറ്റർ എന്താണ്? 2 times ദ റേഡിയസ് അല്ലെ? ഡയമീറ്റർ എന്ന് പറയുന്നത് 2 റേഡിയസ് ചേരുന്നതാണ് ഡയമീറ്റർ. ഇനി ഞാനിവിടെ വേറൊരു സർക്കിൾ എടുത്തിട്ടുണ്ട്. ഈ സർക്കിളിൽ ഞാൻ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. പോയിന്റ് പി ആൻഡ് പോയിന്റ് ക്യൂ. അപ്പൊ ഇവിടെ ഒരു പീസ് ഇവിടെ ഫോം ആയിട്ടുണ്ട് അല്ലെ? ഇങ്ങനെ സർക്കിളായിട്ട് അല്ലെ? ഇങ്ങനെ കർവായിട്ടൊരു പോർഷൻ, പിയിൽ നിന്ന് ക്യൂ വരെ ഒരു പോർഷൻ ഇവിടെ ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് ആർക്ക്. എ പീസ് ഓഫ് സർക്കിൾ ബിറ്റ്വീൻ 2 points ഈസ് കോൾഡ് ആൻ ആർക്ക്. അപ്പൊ ഇവിടെ പി ക്യൂ എന്താണ്? പി ക്യൂ ഇവിടെ ഒരു ആർക്കാണ്. ഈ പിയും ക്യൂവും ഈ സർക്കിളിനെ 2 പീസസ് ആയിട്ട് ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു ലോങ്ങർ പീസുമുണ്ട്, ഒരു സ്മോളർ പീസുമുണ്ട്. അപ്പൊ ലോങ്ങർ വൺ ഈസ് കോൾഡ് മേജർ ആർക്ക്. അതായത് ഇവിടം തൊട്ട് ഇങ്ങനെയുള്ള ഈ ലോങ്ങർ ഇതിന് നമ്മൾ പറയുന്നതാണ് മേജർ ആർക്ക്. മേജർ ആർക്ക് പി ക്യൂ. ഇതായി കാണുന്ന ചെറുതിന് നമ്മൾ പറയുന്ന പേരാണ് മൈനർ ആർക്ക്. അതായത് ഈ ചെറുതിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നു. ഇത് പി ക്യൂ, ഇത്രയും പോർഷൻ, ഇതിന് പറയുന്ന പേരാണ് മൈനർ ആർക്ക്. മൈനർ ആർക്ക് പി ക്യൂ. അപ്പൊ ഈ മൈനർ ആർക്കിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, മൈനർ ആർക്കിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അപ്പൊ മേജർ ആർക്കിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പക്ഷെങ്കിൽ ഇത് രണ്ടും കൂടെ തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ മേജർ ആർക്കിന്റെ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നു, ആർ എന്നൊരു പോയിന്റ് കൊടുക്കുന്നു. അപ്പൊ ഈ മേജർ ആർക്കിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? പി ആർ ക്യൂ ആർക്ക്, ഇങ്ങനെ നമുക്കിതിനെ ഡിനോട്ട് ചെയ്യാം. അപ്പൊ മേജർ ആർക്കിനെ പി ആർ ക്യൂ ആർക്ക് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇത് മൈനർ ആർക്കിനെ പി ക്യൂ ആർക്ക് എന്നും ഡിനോട്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ വേറൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത്. പിയും ക്യൂവും ഇവിടെയാണ്, പിയും ക്യൂവും. അപ്പൊ ഈ പിയും ക്യൂവും ഡയമീറ്റർ കടന്നു പോകുന്നത് ഇതുവഴിയാണ്. അപ്പൊ പിയും ക്യൂവും ഡയമീറ്ററിന്റെ എൻഡ്സിലാണ് എങ്കിൽ ബോത്ത് ആർക്സ് ആർ ഈക്വൽ, ഈച്ച് ഈസ് കോൾഡ് എ സെമി സർക്കിൾ. ഒന്നുകൂടെ ഞാൻ പറയാം. ഡയമീറ്ററിന്റെ എൻഡ്സിലാണ് പിയും ക്യൂവും എങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ 2 ആർക്കുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഡയമീറ്റർ ഒരു സർക്കിളിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആർക്ക് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ഓരോ പാർട്ടിനെയും പറയുന്ന പേരാണ് സെമി സർക്കിൾ. സെമി സർക്കിൾ. ഈ സർക്കിളിന്റെ കംപ്ലീറ്റ് ലെങ്ത്, അപ്പോൾ ഡയമീറ്ററിന്റെ എൻഡ്സിൽ വരുന്ന ലെങ്ത് സെമി സർക്കിൾ ആണ്. ഇനി ഇതിന്റെ ഈ ലെങ്ത് ഓഫ് ദി കംപ്ലീറ്റ് സർക്കിൾ, അതായത് പിയിൽ സ്റ്റാർട്ട് ചെയ്ത് പിയിൽ തന്നെ ഇവിടെ വന്ന് നിൽക്കും. ഇതിന് പറയുന്ന പേരാണ് സർക്കംഫറൻസ്. അപ്പോൾ നമ്മളിവിടെ കോഡ് എന്താണ് എന്ന് പഠിച്ചു, ആർക്ക് എന്താണ് എന്ന് പഠിച്ചു. ഇനി ഈ സർക്കിളിനകത്ത് ഞാനിവിടെ ഒരു കോഡ് വരയ്ക്കുന്നു, കോഡ് പി ക്യൂ. അപ്പോൾ ഈ കോഡിന്റെയും ഈ ആർക്കിന്റെയും കൂടെ ഇടയ്ക്ക് വരുന്ന റീജിയൻ, അതായത് ഈ ഒരു റീജിയനെ പറയുന്ന പേരാണ് സെഗ്മെന്റ്. അതായത് കോഡിനും
ആർക്കിനും ബിറ്റ്വീൻ വരുന്ന റീജിയന് പറയുന്നതാണ് സെഗ്മെന്റ്. ഇതും ഒരു സെഗ്മെന്റ് ആണ്, ഇതും ഒരു സെഗ്മെന്റ് ആണ്. അപ്പൊ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ സെഗ്മെന്റ് എന്താണ്? മൈനർ സെഗ്മെന്റ് ആണ്. ദിസ് ഈസ് മൈനർ സെഗ്മെന്റ് ആൻഡ് ദിസ് ഈസ് മേജർ സെഗ്മെന്റ്. ഇപ്പൊ ഒരു കോഡിനും ആർക്കിനും ബിറ്റ്വീൻ വരുന്ന റീജിയൻ സെഗ്മെന്റ് ആണ്. ഇപ്പൊ ചെറുതായിട്ടുള്ള ഈ റീജിയൻ മൈനർ സെഗ്മെന്റും വലുതായിട്ടുള്ള ഈ റീജിയൻ മേജർ സെഗ്മെന്റും. ഇനി നോക്കിയേ, ഇവിടെ ഞാൻ ഒരു ആർക്ക് വരയ്ക്കുന്നു, ആർക്ക് പി ക്യൂ. പി ക്യൂവും സെന്ററിൽ നിന്ന് പിയിലേക്കും ക്യൂയിലേക്കും ഞാൻ ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നു. ഇതെന്താണ്? ഇത് രണ്ടും സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഏത് പോയിന്റിലേക്ക് വരയ്ക്കുന്നതും റേഡിയസ് ആണ് അല്ലേ? അപ്പൊ ഈ ആർക്കും രണ്ട് റേഡിയസുകൾക്കും ബിറ്റ്വീൻ ഉള്ള ഈ ഒരു പോർഷന് പറയുന്ന പേരാണ് സെക്ടർ. സെക്ടർ. അപ്പൊ ഈ ചെറിയ ഒരു പോർഷൻ മൈനർ സെക്ടറും ഈ വലിയൊരു പോർഷൻ മേജർ സെക്ടറുമാണ്. The region between an arc and the two radii joining the center to the ends of the arc is called a sector. അപ്പോൾ സെക്ടർ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സെഗ്മെന്റും സെക്ടറും എന്താണെന്ന് ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു കോഡും ഒരാർക്കും അതിന് ബിറ്റ്വീൻ വരുന്ന പോർഷനെയാണ് നമ്മൾ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ആർക്കും സെന്ററിൽ നിന്ന് ആർക്കിന്റെ എൻസിലേക്ക് വരയ്ക്കുന്ന രണ്ട് റേഡിയസ്, ഇതിന്റെ ഇടയ്ക്ക് വരുന്ന പോർഷനാണ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പം സെഗ്മെന്റ് സെക്ടർ എന്താണെന്ന് നന്നായി മനസ്സിലാക്കി വെക്കുക. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ കോഡ് അറ്റ് എ പോയിന്റ്. അപ്പൊ ഞാനിവിടെ ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നു. ലൈൻ സെഗ്മെന്റ് പി ക്യൂ. ദിസ് ഈസ് ലൈൻ സെഗ്മെന്റ് പി ക്യൂ. ഈ പി ക്യൂവിലല്ലാതെ ഞാൻ ഇവിടെ വേറൊരു പോയിന്റ് എടുക്കുന്നു, പോയിന്റ് ആർ. ഈ പി ആറും ക്യൂ ആറും തമ്മിൽ ഞാനിവിടെ ജോയിൻ ചെയ്യുന്നു. പി ആറും ക്യൂ ആറും കൂടെ ഞാനിവിടെ ജോയിൻ ചെയ്തു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ പി ആർ ക്യൂ കിട്ടി. ഇവിടെ പി ആറും ക്യൂ ആറും കൂടെ ജോയിൻ ചെയ്തപ്പോൾ ആംഗിൾ പി ആർ ക്യൂ കിട്ടി, വിച്ച് ഈസ് കോൾഡ് ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ലൈൻ സെഗ്മെന്റ് പി ക്യൂ. അപ്പൊ ഈ ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ലൈൻ സെഗ്മെന്റ് പി ക്യൂ. ലൈൻ സെഗ്മെന്റ് പി ക്യൂവിൽ നിന്ന് സബ്റ്റൻഡ് ചെയ്ത ആംഗിൾ ആണ് ആംഗിൾ പി ആർ ക്യൂ. ഇതേപോലെ തന്നെ സർക്കിളിനകത്ത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. സർക്കിളിന്റെ സെന്റർ ഇതാണ്, സെന്റർ O. ഈ സർക്കിളില് ഞാനിനി ഒരു കോഡ് വരയ്ക്കുന്നു, കോഡ് എ ബി. ദിസ് ഈസ് കോഡ് എ ബി. കോഡ് എന്താണെന്ന് അറിയാലോ, സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ് കോഡ്. അപ്പൊ കോഡ് എ ബി വരച്ചു. ഇനി നമുക്കിവിടെ ഈ സർക്കിളില് വേറെ രണ്ട് പോയിന്റ്സുകൾ എടുക്കാം. ദിസ് ഈസ് പോയിന്റ് പി ആൻഡ് ദിസ് ഈസ് പോയിന്റ് ക്യൂ. ഇനി ഞാൻ ഈ പി എയും പി ബിയും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. പി എയും പി ബിയും തമ്മിൽ ജോയിൻ ചെയ്തു. ഇനി എ ക്യൂവും ക്യൂ ബിയും തമ്മിൽ ജോയിൻ ചെയ്തു. എ ക്യൂവും ക്യൂ ബിയും തമ്മിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ആംഗിൾസ് കിട്ടി, ആംഗിൾ എ പി ബിയും ആംഗിൾ എ ക്യൂ ബിയും. എ പി ബിയും എ ക്യൂ ബിയും. ഈ ആംഗിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദി കോഡ് എ ബി അറ്റ് ദ പോയിന്റ് പി and Q respectively. മനസ്സിലായല്ലോ? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ് എ ബി അറ്റ് ദ പോയിന്റ്സ് പി ആൻഡ് ക്യൂ. എ ബി എന്ന കോഡിൽ നിന്ന് പോയിന്റ് പിയിലേക്കും ക്യൂയിലേക്കും സബ്റ്റൻഡ് ചെയ്ത ആംഗിൾസ് ആണ് ഏതൊക്കെ? ആംഗിൾ എ പി ബിയും ആംഗിൾ എ ക്യൂ ബിയും. ഇനി ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ സെന്റർ O ഉണ്ടല്ലേ. അപ്പൊ ഞാൻ എയിൽ നിന്ന് ഓയിലേക്കും ബിയിൽ നിന്ന് ഓയിലേക്കും ജോയിൻ ചെയ്തു. ഇപ്പോൾ ആംഗിൾ എ ഒ ബി എന്താണ്? ആംഗിൾ എ ഒ ബി ഈസ് ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ് എ ബി അറ്റ് ദ സെന്റർ O. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ കോഡ് അറ്റ് എ പോയിന്റ് എന്താണെന്ന്. അതായത് നമ്മൾ സർക്കിളിൽ ഒരു കോഡ് എടുക്കുന്നു, ആ കോഡിൽ നിന്ന് സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മൾ
ജോയിൻ ചെയ്താൽ അതെന്തായിരിക്കും? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദി കോഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ എ ബിയിൽ നിന്ന് പിയിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഉണ്ടായ ഈ ആംഗിൾ എ പി ബി എന്താണ്? ആംഗിൾ എ പി ബി ഇസ് ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ് എ ബി അറ്റ് ദ പോയിന്റ് പി. ഇനി ഇവിടെ ആംഗിൾ എ ക്യു ബി എന്താണ്? ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ് എ ബി അറ്റ് ദ പോയിന്റ് ക്യു. ഇനി എ ഒ ബി എന്താണ്? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ് അറ്റ് ദ പോയിന്റ് ഓ, സെന്റർ അല്ലേ? ഇത് സെന്ററിലേക്ക് ജോയിൻ ചെയ്ത പോയിന്റ് ആംഗിൾ ആണ് ആംഗിൾ എ ഒ ബി. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ കോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊരു തിയറം ഉണ്ട്. ഈ തിയറം ഇമ്പോർട്ടൻറ്റ് തിയറം ആണ്. നോക്കിയേ, ഈക്വൽ കോഡ് ഓഫ് എ സർക്കിൾ സബ്റ്റൻഡഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദി സെന്റർ. അപ്പോൾ ഒരു സർക്കിളിനകത്ത് രണ്ട് ഈക്വൽ കോഡ്സ് ആണുള്ളതെങ്കിൽ അത് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദി സെന്റർ. സെന്ററിൽ ഈക്വൽ ആംഗിൾസ് ആയിരിക്കും അവിടെ ഉണ്ടാകുക. അപ്പം ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. എ ബി ഒരു കോഡാണ്, സി ഡി ഒരു കോഡാണ്, ഒ ഈസ് ദ സെന്റർ. അപ്പോൾ ഇവിടെ രണ്ട് ആംഗിൾസ് ഇവിടെ ഫോം ചെയ്തു അല്ലേ? ആംഗിൾ എ ഒ ബിയും ആംഗിൾ സി ഒ ഡിയും. അപ്പോൾ ഇത് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മുടെ തിയറം പറയുന്നത്. അപ്പോൾ ഇവിടെ ഗിവൺ ചെയ്തിട്ടുള്ളതൊക്കെ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. ഇവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത് എന്താണ്? എ സർക്കിൾ വിത്ത് സെന്റർ O. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എ ബി ആൻഡ് സി ഡി ആർ ടു ഈക്വൽ കോഡ്സ്. എ ബി ആൻഡ് സി ഡി ആർ ടു ഈക്വൽ കോഡ്സ് വിച്ച് സബ്റ്റൻഡ് ഏതൊക്കെയാണ്? ആംഗിൾ എ ഒ ബി ആൻഡ് ആംഗിൾ സി ഒ ഡി. ആംഗിൾ എ ഒ ബി ആൻഡ് ആംഗിൾ സി ഒ ഡി. ഇനി എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് എന്താണ്? ടു പ്രൂവ് എന്താണ്? ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദി സെന്റർ അല്ലെ? ഈ സെന്ററിലെ ഈക്വൽ ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഒ ഡി എന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഒ ഡി. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. വളരെ സിമ്പിൾ ആണ്, നമുക്കറിയാം അല്ലെ? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം എന്ത് ചെയ്യണം? ഇവിടെ ഇത് രണ്ടും ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾ എ ഒ ബിയും ട്രയാങ്കിൾ സി ഒ ഡിയും കോൺഗ്രുവന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്താൽ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ പ്രൂഫ് എഴുതാം. ഇൻ ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ സി ഒ ഡി. അതിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? എ ബി ഈസ് ഈക്വൽ ടു സി ഡി അല്ലെ? കോഡ് രണ്ടും ഈക്വൽ ആണ് എന്ന് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ എ ബി ഈസ് ഈക്വൽ ടു സി ഡി. എ ബി ഈസ് ഈക്വൽ ടു സി ഡി ഇത് ഗിവൺ ആണ്. ഇനി നമുക്ക് എന്തെഴുതാം? എ ഒയും പിന്നെന്താണ്? നമ്മൾ എടുത്തിരിക്കുന്ന ട്രയാങ്കിൾ നോക്കിയിട്ട് വേണം എഴുതാൻ. എ ഒയും ഈ എ ഒയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എന്താണ്? സി ഒ ആണ്. കണ്ടോ? എ ഒയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് സി ഒ ആണ്. അപ്പൊ എ ഒ ഈസ് ഈക്വൽ ടു സി ഒ. ഇത് എന്താണ്? റേഡിയൈ ഓഫ് ദി സെയിം സർക്കിൾ. റേഡിയൈ ഓഫ് സെയിം സർക്കിൾ. ഈ സർക്കിളിന്റെ റേഡിയൈ ആണ് എ ഒയും സി ഒയും. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ എടുത്തത് എ ഒ ബി സി ഒ ഡി ഇങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ ചൂസ് ചെയ്തത്. ഇനി അടുത്ത് നമുക്ക് എന്തൊക്കെ എടുക്കാം? ഇനി ഈ സൈഡ് എടുക്കാം അല്ലേ? അപ്പോൾ ഇതും നമ്മളിപ്പോൾ എടുത്തു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇവിടെ ഒ ബിയും ഒ ഡിയും എന്താണ്? ഇതും റേഡിയൈ ആണ്. അതായത് ഇത് ഒ ബിയും ഒ ഡിയും. അപ്പോൾ ഒ ബി ഈസ് ഈക്വൽ ടു ഒ ഡി, റേഡിയൈ ഓഫ് ദി സെയിം സർക്കിൾ. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു. എ ബി ഈസ് ഈക്വൽ ടു സി ഡി, ഒ എ ഈസ് ഈക്വൽ ടു ഒ സി, ഒ ബി ഈസ് ഈക്വൽ ടു ഒ ഡി. അപ്പോൾ ഏത് കോൺഗ്രുവൻസ് റൂൾ വെച്ചിട്ടാണ്? മൂന്നും സൈഡ്സ് ആണ് അല്ലേ? അപ്പോൾ SSS കോൺഗ്രുവൻസ് റൂൾ വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ്. Therefore
triangle AOB congruent to triangle COD by SSS congruence rule. ഇനി നമുക്ക് എന്ത് പറയാം? SSS congruence rule വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് ആംഗിൾ AOB is equal to angle COD by CPCT. Then angle AOB is equal to angle COD by CPCT. ഒരു സർക്കിളിന്റെ ഈക്വൽ കോർഡ്സിൽ നിന്ന് സെന്ററിലേക്ക് സബ്റ്റൻഡ് ചെയ്തിട്ടുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇനി ഇതിന്റെ കോൺവേഴ്സ് തിയറം ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. If the angles subtended by the chords of a circle at the center are equal, then the chords are equal. അതായത് നമ്മൾ മുകളിൽ പറഞ്ഞ തിയറത്തെ ഇവിടെ തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ഒരു സർക്കിളിന്റെ കോർഡ്സിൽ നിന്ന് അതിന്റെ സെന്ററിലേക്ക് സബ്റ്റൻഡ് ചെയ്തിട്ടുള്ള ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ആ കോർഡ്സ് എന്തായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇതിന് നമുക്കൊരു ഫിഗർ നമുക്ക് വരയ്ക്കാം. സർക്കിളിൽ ഞാൻ രണ്ട് കോർഡ്സ് വരയ്ക്കുന്നു. This is chord AB and this is chord CD. രണ്ട് കോഡ് ഞാൻ വരച്ചു. ഇതാണ് സർക്കിളിന്റെ സെന്റർ. ഇനി ഈ കോഡിൽ നിന്ന് ഈ സെന്ററിലേക്ക് ആംഗിൾ വരയ്ക്കുന്നു. കോഡ് സിഡിയിൽ നിന്നും വരച്ചു, കോഡ് എബിയിൽ നിന്നും വരച്ചു. ഇത് സെന്റർ O. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദി കോഡ് ഓഫ് എ സർക്കിൾ അറ്റ് ദ സെന്റർ ആർ ഈക്വൽ. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ എന്തൊക്കെ ഈക്വൽ ആയിരിക്കും? എ ബിയും സി ഡിയും കോഡ്സ് ഈക്വൽ ആയിരിക്കും. പെർപെൻഡിക്കുലർ ഫ്രം ദി സെന്റർ ടു എ കോഡ്. അതായത് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ. അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ ഒരു തിയറം ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കാം. ദ പെർപെൻഡിക്കുലർ ഫ്രം ദി സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദി കോഡ്. അപ്പൊ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ കോഡിനെ എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. അതായത് കോഡിനെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് സർക്കിളിന്റെ സെന്റർ O. ഇനി സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ ഒരു കോഡ് വേണം. കോഡ് AB. ഇതിന് ഞാൻ AB എന്ന് പേര് കൊടുക്കുന്നു. ഇനി സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ. അപ്പൊ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്ക് ഞാൻ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പൊ പെർപെൻഡിക്കുലറിന്റെ പ്രത്യേകത എന്താണ്? പെർപെൻഡിക്കുലർ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസും 90 ഡിഗ്രി വീതമായിരിക്കും. ഈ പെർപെൻഡിക്കുലർ ഈ AB എന്ന് പറയുന്ന കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു. അതായത് ഈ പോയിന്റിന് ഞാൻ M എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ OM ABയെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? AM-ഉം BM-ഉം ഈക്വൽ ആയിരിക്കും. ഇനി ഇതിന്റെ ഒരു കോൺവേഴ്സ് തിയറം ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദ ലൈൻ ഡ്രോൺ ത്രൂ ദ സെന്റർ ഓഫ് എ സർക്കിൾ ടു ബൈസെക്ട് എ കോഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ കോഡ്. അപ്പൊ നമ്മളിപ്പോ നോക്കിയ തിയറത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള തിയറമാണ്. ദ ലൈൻ ഡ്രോൺ ത്രൂ ദ സെന്റർ ഓഫ് എ സർക്കിൾ ടു ബൈസെക്ട് എ കോഡ്. അതായത് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിനെ ബൈസെക്ട് ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ ഡ്രോൺ ചെയ്താൽ that is perpendicular to the chord. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. സർക്കിളിന്റെ സെന്റർ ആണിത്, സെന്റർ O. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ലൈൻ ഡ്രോൺ ത്രൂ ദി സെന്റർ. അപ്പൊ സെന്ററിൽ കൂടി ഡ്രോൺ ചെയ്യുന്ന ലൈൻ പിന്നെന്താണ്? സെന്റർ ഓഫ് എ സർക്കിൾ ടു ബൈസെക്ട് എ കോഡ്. അപ്പൊ ഇവിടെ നമുക്കൊരു കോഡ് വേണം. ഇവിടെ ഞാൻ കോഡ് AB വരയ്ക്കുന്നു. അപ്പൊ സർക്കിളിന്റെ സെന്ററിൽ കൂടി കോഡിനെ ബൈസെക്ട് ചെയ്യുന്ന ഒരു ലൈൻ ഡ്രോൺ ചെയ്താൽ that is perpendicular to the chord. ഈ കോഡിന് അത് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇതിന് ഞാൻ M എന്ന് പേര് കൊടുക്കുന്നു. OM ABക്ക് പെർപെൻഡിക്കുലർ ആണേ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. Equal chords and the distances from the center.
ഓക്കെ, ഇവിടെ എ ബി ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. അതായത് ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. പി എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ്. എ ബിയിലെ പോയിന്റ് അല്ല, എ ബിയിൽ നിന്ന് മാറിയുള്ള ഒരു പോയിന്റ് ആണ് പി. ഈ പിയിൽ നിന്ന് ലൈൻ സെഗ്മെന്റ് എ ബിയിലേക്ക് നമുക്ക് ഒത്തിരി ലൈൻസ് വരയ്ക്കാനായിട്ട് സാധിക്കും അല്ലെ. അതേപോലെ വരച്ചിട്ടുള്ള ലൈൻസ് ആണ് ഇവിടെ PL1, PL2, PM, PL3, PL4, PL5 ഇങ്ങനെ വരച്ചിട്ടുള്ള ലൈൻസ് ആണ്. അപ്പൊ നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈൻ സെഗ്മെന്റിലേക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ്സ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പിയിൽ നിന്ന് എ ബിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും പിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നോക്കിയാൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് അപ്പൊ ഏതായിരിക്കും? ഈ PM ആണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ലൈൻ. അപ്പൊ the length of the perpendicular from a point to a line is the distance of the line from the point. അപ്പൊ പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലറിന്റെ ലെങ്തിനെ ആയിരിക്കും നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുക. മനസ്സിലായല്ലോ? ബാക്കിയുള്ളതെല്ലാം സ്ലാൻഡിങ് ആയിട്ടുള്ളതാണ്. ഇതൊന്നും ഈ ലൈനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ല. മനസ്സിലായല്ലോ? ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത്, നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിൽ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോഡ്സ് വരയ്ക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ കോഡ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് കോഡ്? ഒരു സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിൽ ഞാനിവിടെ ഒരു കോഡ് വരയ്ക്കുന്നു. ദിസ് ഈസ് കോഡ് AB. നമുക്ക് ഒരു സർക്കിളില് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോഡ്സ് വരയ്ക്കാൻ സാധിക്കും. ഡിഫറെന്റ് ലെങ്തിൽ വരയ്ക്കാൻ സാധിക്കും. സെയിം ലെങ്തിലും വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ അടുത്ത ഒരു കോഡ് വരയ്ക്കുന്നു, കോഡ് CD. ഈ കോഡ് ABയും കോഡ് CDയും ഈക്വൽ ലെങ്തിലുള്ള രണ്ട് കോഡ്സ് ആണ്. അപ്പൊ ഒരു സർക്കിളിലെ ഈക്വൽ ലെങ്തിലുള്ള രണ്ട് കോഡ്സും സർക്കിളിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ സർക്കിളിന്റെ സെന്ററിൽ കൂടി കടന്നു പോകുന്ന കോഡാണ് ഏറ്റവും ലെങ്ത് കൂടിയ കോഡ്. അതിന് പറയുന്ന പേരാണ് ഡയമീറ്റർ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോയിലൊക്കെ പഠിച്ച കാര്യമാണ്. അപ്പൊ ഈ സർക്കിളിന്റെ സെന്ററും ഈ ഈക്വൽ കോഡ്സും തമ്മിൽ ഉള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാല്, ഈക്വൽ കോഡ്സിൽ നിന്ന് ഈ സർക്കിളിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ സർക്കിളിന്റെ സെന്ററിനെ നമുക്ക് O എന്നെടുക്കാം. ഇത് ഡയമീറ്റർ ആണ്. ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഇവിടേക്കുള്ള ഈ ഡിസ്റ്റൻസ്. ഇപ്പൊ ഇവിടെ നമ്മൾ തൊട്ട് മുകളിൽ കണ്ടു, ഈ പോയിന്റിൽ നിന്ന്, അതായത് ഒരു പോയിന്റിൽ നിന്ന് ലൈൻ സെഗ്മെന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ലൈനിനെയാണ് നമ്മൾ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുക. അപ്പൊ ഓയിൽ നിന്ന് എ ബിയിലേക്കുള്ള ഡിസ്റ്റൻസും ഓയിൽ നിന്ന് CD-യിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. എപ്പോഴാണ്? രണ്ട് കോഡ്സിനും ഈക്വൽ ലെങ്ത് ആണെങ്കിൽ സെന്ററിൽ നിന്ന് ആ കോഡ്സിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതാണ് തിയറം 10.6 പറയുന്നത്, ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ. ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും ഈക്വൽ കോഡ്സ്. ഈ തിയറത്തിനെ നമുക്ക് തിരിച്ചും പറയാനായിട്ട് സാധിക്കും. കോഡ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ഇൻ ലെങ്ത്. അതായത് സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള കോഡ്സ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ 10.6 തിയറത്തെ നമുക്ക് തിരിച്ചു പറയാനായിട്ടും സാധിക്കും. അപ്പൊ ഈ തിയറം 10.6ഉം 10.7ഉം നിങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ രണ്ട് തിയറംസും പ്രയോജനപ്പെടുന്നതാണ്. ഈ തിയറം 10.6ന്റെ പ്രൂഫ് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ. അപ്പൊ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ കോഡ് ഓഫ് എ സർക്കിൾ പഠിച്ചിരുന്നു അല്ലെ. ഇവിടെ നമ്മൾ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാം.
ഈ സർക്കിളിൽ ഞാൻ രണ്ട് ഈക്വൽ കോഡ്സ് വരയ്ക്കുന്നു. ദിസ് ഈസ് കോഡ് AB ആൻഡ് ദിസ് ഈസ് കോഡ് CD. ഇത് രണ്ടും ഈക്വൽ കോഡ്സ് ആണ്. ഈ AB എന്ന് പറയുന്ന കോഡ് നമ്മൾ ഇവിടെ വരച്ചപ്പോൾ 2 പോയിന്റ് നമ്മൾ ഇവിടെ ഇട്ടപ്പോൾ ഇവിടെ ഒരു ആർക്ക് ഫോം ആയി അല്ലേ? ദാറ്റ് ഈസ് ആർക്ക് AB. ഇവിടെ ഒരു ആർക്ക് ഉണ്ട്, ആർക്ക് CD. അപ്പൊ ഈ ABയും CDയും ഈക്വൽ ലെങ്തിലായതുകൊണ്ട് ആർക്ക് ABയും ആർക്ക് CDയും കോൺഗ്രുവന്റ് ആയിരിക്കും. 2 ആർക്കുകളും കോൺഗ്രുവന്റ് ആയിരിക്കും. അപ്പോൾ if 2 chords of a circle are equal, then their corresponding arc are congruent. മനസ്സിലായല്ലോ? അപ്പൊ കോഡുകളുടെ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആർക്കുകൾ കോൺഗ്രുവന്റ് ആയിരിക്കും. അതേപോലെ ഇതിനെ നമുക്ക് തിരിച്ചും പറയാം. if 2 arcs are congruent, then their corresponding chords are equal. അപ്പൊ 2 ആർക്കുകൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ, അതായത് ഒരേപോലെ വലിപ്പമുള്ളതാണ് എങ്കിൽ അതിന്റെ കോഡ്സ് എപ്പോഴും ഇവിടെ ഉണ്ടാകുന്ന കോഡ്സ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഈ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇതാ ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഈ സർക്കിളിൽ ഞാൻ 2 പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. പോയിന്റ് P, പോയിന്റ് Q. ഈ പോയിന്റ് Pയും Qവും ഈ സർക്കിളിനെ 2 ആർക്കുകളായിട്ട് കട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഈ ആർക്ക് എന്താണ്? ആർക്ക് എന്താർക്കാണ്? മൈനർ ആർക്ക്. ഇത് മൈനർ ആർക്കാണ്. ബാക്കിയുള്ള ഈ വലിയ പോർഷൻ മേജർ ആർക്കാണ്. ഇത് മേജർ ആർക്ക്. ദിസ് ഈസ് സെന്റർ ഓഫ് ദി സർക്കിൾ O. മൈനർ ആർക്ക് PQയിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് ഇവിടെ ഒരു ആംഗിൾ ഫോം ആവും. ആംഗിൾ സബ്റ്റൻഡ് ചെയ്യും. ഈ ആംഗിളിനെ, ഇത് ആംഗിൾ POQ. ഇനി ബാക്കിയുള്ള ഈ ആംഗിൾ, അതായത് മേജർ ആർക്ക് PQയിലെ ആംഗിൾ, അവിടുന്ന് ഒരു ആംഗിൾ സബ്റ്റൻഡ് ആകുന്നുണ്ട്. ആ ആംഗിളിന് നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലെക്സ് ആംഗിൾ POQ. റിഫ്ലെക്സ് ആംഗിൾ POQ. The angle subtended by the minor arc PQ is angle POQ, and the angle subtended by the major arc PQ at O is reflex angle POQ. അതേപോലെ ഒരു സർക്കിളിന്റെ കോൺഗ്രുവന്റ് ആർക്കിൽ നിന്ന്, അതായത് this is arc AB and this is arc PQ. ഇത് രണ്ടും കോൺഗ്രുവന്റ് ആർക്ക് ആണ് എങ്കിൽ ഈ കോൺഗ്രുവന്റ് ആർക്കിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് സബ്റ്റൻഡ് ആകുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ കോൺഗ്രുവന്റ് ആർക്സ് ഓഫ് എ സർക്കിൾ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദി സെന്റർ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു തിയറമാണ്. തിയറം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ തിയറത്തിന്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഈ സർക്കിളിന്റെ ആർക്കാണ് ആർക്ക് PQ. ദിസ് ഈസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ O. അപ്പൊ ഈ ആർക്കിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് ഒരു ആംഗിൾ സബ്റ്റൻഡ് ആവുന്നു. That angle is angle POQ. Angle POQ. ഇനി ഈ സർക്കിളിന്റെ ബാക്കിയുള്ള റിമൈനിങ് പാർട്ടിൽ നിന്ന്, അതായത് ഈ ആർക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഈ റിമൈനിങ് പാർട്ടിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഈ ആർക്കിൽ നിന്ന് സബ്റ്റൻഡ് ആകുന്ന ആംഗിൾ. അപ്പൊ ആർക്ക് ഈസ് PQ. അപ്പൊ ഈ PQയിൽ നിന്ന് ഇതിന്റെ ബാക്കിയുള്ള റിമൈനിങ് പാർട്ടിലേക്ക് സബ്റ്റൻഡ് ആകുന്ന ആംഗിൾ, ഇതിന് ഞാൻ PAQ, ഈ ആംഗിളിന് PAQ എന്ന് പേര് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഈ 2 ആംഗിളുകൾ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ ഈ ആംഗിൾ POQ എന്ന് പറയുന്നത് ഈ ആംഗിൾ PAQന്റെ ഡബിൾ ആയിരിക്കും. അതായത് ഈ ആംഗിൾ 30 ഡിഗ്രി ആണ് എങ്കിൽ ഈ ആംഗിൾ POQ, അതായത് സെന്ററിലേക്ക് സബ്റ്റൻഡ് ആയിട്ടുള്ള ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഈ 30യുടെ ഡബിൾ ആയിരിക്കും.
That means this angle is 60 degree. മനസ്സിലായല്ലോ? അതാണ് നമ്മുടെ തിയറം 10.8. The angle subtended by an arc at the center is double the angle subtended by it at any point on the remaining part of the circle. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. ഈ സർക്കിളിലെ ഒരു ആർക്കാണ്, ആർക്ക് പി ക്യു. ഈ പി ക്യുവിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് ഒരു ആംഗിൾ സബ്റ്റൻഡ് ആയിട്ടുണ്ട്. ഈ ആംഗിള് ഈ സർക്കിളിന്റെ റിമൈനിങ് പാർട്ടിലേക്ക് സബ്റ്റൻഡ് ആയിട്ടുള്ള ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. അതായത് പി എ ക്യൂവിന്റെ ഡബിൾ ആയിരിക്കും ആംഗിൾ പി ഒ ക്യൂ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സർക്കിളിന്റെ സെന്ററിലേക്ക് സബ്റ്റൻഡ് ആയിട്ടുള്ള ആംഗിളിന്റെ നേരെ ഹാഫ് ആയിരിക്കും മറ്റേ ആംഗിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അതായത് സർക്കിളില് 60 ആണ് എങ്കിൽ അടുത്ത റിമൈനിങ് പാർട്ടി വരയ്ക്കുന്ന ഏതൊരു ആംഗിളും എന്തായിരിക്കും? ഈ 60യുടെ, അതായത് ഈ സെന്ററിലെ ആംഗിളിന്റെ നേരെ ഹാഫ് ആയിരിക്കും. ഇനി നമ്മളിവിടെ വേറൊരു ആംഗിള് ഈ ആർക്കിൽ നിന്ന് വരച്ചാലും അതും എന്ത് തന്നെയായിരിക്കും? ഇവിടെ വരയ്ക്കുന്ന ഈ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും സെന്ററിലെ ആംഗിൾ, അല്ലെങ്കിൽ സെന്ററിന്റെ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും നമ്മൾ വരയ്ക്കുന്ന ഇവിടുത്തെ ആംഗിൾ. മനസ്സിലായല്ലോ? അപ്പൊ ഈ ആംഗിൾ പി ഒ ക്യു എന്തിന് ഈക്വലാണ്? ഈ പി എ ക്യു 2 ടൈംസ് ചേരുന്നതിന് ഈക്വലാണ്. അതായത് 2 ആംഗിൾ പി എ ക്യു എന്ന് നമുക്ക് എഴുതാം. 2 ആംഗിൾ പി എ ക്യു. ഈ ഒരു തിയറം ഇമ്പോർട്ടന്റ് തിയറമാണ്. അപ്പൊ ഈ തിയറം നമുക്ക് പ്രൂഫ് പഠിക്കണം. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ സെഗ്മെന്റ് എന്താണ് എന്ന് നമുക്കറിയാം അല്ലെ. എന്താണ് സെഗ്മെന്റ്? ഒരു സർക്കിളിലുള്ള ഒരു കോഡും അതിന്റെ ആർക്കിനും ബിറ്റ്വീൻ വരുന്ന സ്പേസിനെയാണ് നമ്മൾ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കോഡ് വരച്ചു, കോഡ് പി ക്യു. അപ്പൊ ഈ പി ക്യു എന്ന് പറയുന്ന ഈ കോഡിനും ഈ ആർക്കിനും ബിറ്റ്വീൻ വരുന്ന ഈ സ്പേസ് സെഗ്മെന്റ് എന്ന് പറയും. അതേപോലെ ഈ സ്പേസും സെഗ്മെന്റ് ആണ്. ഈ സ്പേസ് മൈനർ സെഗ്മെന്റും ഇത് മേജർ സെഗ്മെന്റും ആണ്. അപ്പൊ ഈ സർക്കിളിൽ വരയ്ക്കുന്ന ഒരു കോഡ് ഈ സർക്കിളിനെ 2 സെഗ്മെന്റുകളായിട്ട് കട്ട് ചെയ്യുന്നു, മൈനർ സെഗ്മെന്റും മേജർ സെഗ്മെന്റും. അപ്പൊ ഈ സെഗ്മെന്റിനകത്ത് നമ്മൾ വരയ്ക്കുന്ന ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതായത് ഈ മേജർ സെഗ്മെന്റിൽ ഞാൻ ദാ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു എ. എന്നിട്ട് ഞാൻ ഈ സെഗ്മെന്റിൽ ഒരു ആംഗിൾ വരയ്ക്കുന്നു, ആംഗിൾ പി എ ക്യു. ഇനി ഞാൻ ഇവിടെ വേറൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു സി. എന്നിട്ട് ഈ സെഗ്മെന്റിൽ ഞാൻ അടുത്ത ആംഗിൾ വരയ്ക്കുന്നു, ആംഗിൾ പി സി ക്യു. ഇനി ഞാൻ ഇവിടെ വേറൊരു ആംഗിൾ മാർക്ക് ചെയ്യുന്നു ഡി, പോയിന്റ് മാർക്ക് ചെയ്യുന്നു ഡി. അടുത്ത ആംഗിൾ ഞാൻ വരച്ചു, ആംഗിൾ പി ഡി ക്യു. അപ്പൊ ഈ ഒരു സെഗ്മെന്റിനകത്ത് നമ്മൾ വരയ്ക്കുന്ന ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ പി എ ക്യു ഈസ് ഈക്വൽ ടു ആംഗിൾ പി സി ക്യു. അതേപോലെ ഈസ് ഈക്വൽ ടു ആംഗിൾ പി ഡി ക്യു. അപ്പോൾ ഒരു സെഗ്മെന്റിനകത്ത് നമ്മൾ വരയ്ക്കുന്ന ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. അതേപോലെ ഇനി അടുത്ത ഒരു സർക്കിൾ ഞാൻ വരയ്ക്കുന്നു. ഇവിടെ ഞാൻ അടുത്ത ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിന്റെ കറക്റ്റ് സെന്ററിൽ കൂടി ഞാനൊരു കോഡ് വരയ്ക്കുന്നു. ഇപ്പൊ ഇത് 2 സെമി സർക്കിൾസ് ആയി. ഇനി ഈ സെമി സർക്കിളിനകത്ത് നമ്മൾ വരയ്ക്കുന്ന ആംഗിൾ, അപ്പൊ ഞാനിവിടെ അടുത്ത ആംഗിൾ വരയ്ക്കുന്നു. ദിസ് ഈസ് പി ക്യു, ദിസ് ഈസ് ആർ. അപ്പോൾ ഇവിടെ ഞാൻ അടുത്ത ഒരു ആംഗിൾ വരയ്ക്കുന്നു. അപ്പൊ ഈ സെമി സർക്കിളിൽ വരച്ചിട്ടുള്ള ഈ ആംഗിൾ എപ്പോഴും റൈറ്റ് ആംഗിൾ ആയിരിക്കും. അപ്പൊ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരു സെഗ്മെന്റിനകത്ത് നമ്മൾ വരയ്ക്കുന്ന ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഒരു സെമി സർക്കിളിനകത്ത് നമ്മൾ വരയ്ക്കുന്ന ആംഗിൾ റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽസ്. ഒരു ക്വാഡ്രിലേറ്ററൽ എപ്പോഴാണ് സൈക്ലിക് ആവുന്നതെന്നാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ക്വാഡ്രിലേറ്ററലിന് 4 വെർട്ടിസസ് ഉണ്ട്. ഈ 4 വെർട്ടിസസും ഒരു സർക്കിളിൽ ആകുമ്പോഴാണ്, അതായത് ഒരു സർക്കിളിൽ ലൈ ചെയ്യുമ്പോഴാണ് ഈ ക്വാഡ്രിലേറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആയിട്ട് മാറുന്നത്. This is point A, B, C, D. Okay, A, B, C, D ഇവിടെ ഒരു ക്വാഡ്രിലേറ്ററൽ ആണ്. ഈ ക്വാഡ്രിലേറ്ററലിന്റെ വെർട്ടിസസ് ആണ് A, B, C and D.
ഈ 4 വെർട്ടീസസും സർക്കിളിലാണ് ലൈ ചെയ്യുന്നത് അല്ലെ. 4 വെർട്ടീസസും സർക്കിളിലെ പോയിന്റുകളാണ്. ഇങ്ങനെ വരുമ്പോഴാണ് ക്വാഡ്രിലേറ്ററലിനെ നമ്മൾ സൈക്ലിക് ആണ് എന്ന് പറയുന്നത്. ഇനി ഈ സൈക്ലിക് ക്വാഡ്രിലേറ്ററിന്റെ ഒരു പ്രത്യേകതയാണ്, ഈ സൈക്ലിക് ക്വാഡ്രിലേറ്ററിന്റെ ഓപ്പോസിറ്റ് പെയർ ഓഫ് ആംഗിൾസ് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഇവിടെ ആംഗിൾ എ, ആംഗിൾ എയും ആംഗിൾ സിയും, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി, അതായത് ഈ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ, ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ല, ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതേപോലെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. The sum of either pair of opposite angles of a cyclic quadrilateral is 180 degree. ഇനി ഇതിനെ നമുക്ക് തിരിച്ചും പറയാം. ഒരു ക്വാഡ്രിലേറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം, പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണെങ്കിൽ ആ ക്വാഡ്രിലേറ്ററൽ സൈക്ലിക് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ തിയറം, ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ടാണ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 എന്ന് നമ്മൾ എഴുതിയത്. ഇനി ഇതിനെ തിരിച്ചു പറയുന്നതാണ് അടുത്ത തിയറം. അതായത് ഒരു ക്വാഡ്രിലേറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ക്വാഡ്രിലേറ്ററൽ സൈക്ലിക് ആണ് എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഈ 2 തിയറംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ തിയറംസ് പ്രൂഫ് വേണ്ട, നിങ്ങൾ ഈ തിയറം നന്നായി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ വീഡിയോ മുഴുവൻ കഴിഞ്ഞു. ഇനി നമുക്ക് എക്സാമ്പിൾസും എക്സസൈസ് ക്വസ്റ്റ്യൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.